ദൈവനാമത്തിന് മഹത്വം. ഈ ഡോക്ടറുകളുടെ ധന്യമായ ജീവിതത്തെ ഓർത്ത് താൻ നമ്മുടെ മുൻപാകെ വച്ചിരിക്കുന്ന ഉത്തമമായ മാതൃകകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒറ്റ വാചകത്തിൽ പറയുകയാണെങ്കിൽ ഡോക്ടറുകൾ ഈസ് ലൈഫ്, എ ലൈഫ് വെൽ live for the glory of our heavenly master, a life well spent for the Lord. ലൂക്കോസിൻ്റെ സുവിശേഷം 1-23 പറയുന്ന പോലെ സക്കറിയ പുരോഹിതൻ തൻ്റെ ശുശ്രൂഷ തികച്ച് ഭവനത്തിലേക്ക് പോയി എന്ന് പറയുന്ന പോലെ ഡോക്ടറുകൾ തൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷകൾ നിവർത്തിച്ച് തൻ്റെ സ്വർഗീയ ഭവനത്തിലേക്ക് പോയി. ഡോക്ടർ കെ.സി. എബ്രഹാം റിയാദ് എന്ന വ്യക്തിയെക്കുറിച്ച് ആദ്യമായി കേട്ടപ്പോൾ തൻ്റെ സമൂഹത്തിലുള്ള ഉന്നതമായ സ്ഥാനവും ജോലിയും റോയൽ ഫാമിലിയുമായിട്ടുള്ള അസോസിയേഷനും ഒക്കെ ഉള്ള ആളാണ് എന്ന് കേട്ടപ്പോൾ നാം ചിന്തിച്ചത് നമുക്ക് അടുത്തുകൂടാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമായിരിക്കും എന്നാണ്. എന്നാൽ അതിന് തുലവും വ്യത്യസ്തമായി അങ്കിള് വളരെ സൗമ്യനായ, വളരെ താഴ്മയുള്ള, എ വെരി ഹംബിൾ പേഴ്സൺ, എ ഡൗൺ ടു എർത്ത് പേഴ്സൺ, അതാണ് എക്സ്പീരിയൻസ് ചെയ്യുവാൻ തക്കോണം കഴിയുന്നത്. അങ്ങനെയായിരുന്നു, എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു തൻ്റേത്. തനിക്ക് വളരെ ഉന്നതമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ദൈവിക ശുശ്രൂഷയിലെയും മാനുഷിക പരിഗണനകളെ ഒക്കെ വളരെ ഉന്നതമായ കാഴ്ചപ്പാടുള്ള വ്യക്തിത്വമായിരുന്നു. അത് നിറവേറ്റുവാൻ തക്കോണം താൻ അക്ഷീണം പ്രയത്നിച്ചിട്ടുണ്ട്. ദൈവവേലയും ദൈവിക ശുശ്രൂഷകളെയും ദൈവദാസന്മാരെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഈ പ്രിയ കുടുംബം വളരെ ത്യാഗപരമായ കോൺട്രിബ്യൂഷൻസാണ് നൽകിയിട്ടുള്ളത്. ഇത്തരുണത്തിൽ വളരെ സ്പെസിഫിക്കായിട്ട് ഞാൻ ഓർക്കുകയാണ്, തങ്ങളുടെ അസംബ്ലിയോടുള്ള ബന്ധത്തിലുള്ള പ്രവർത്തനവും അതുപോലെ ഹിന്ദിയിലും മലയാളത്തിലും ടെലികാസ്റ്റ് ചെയ്യുന്ന സദ്ഗമയ TV പ്രോഗ്രാംസിനോടുള്ള ബന്ധത്തിൽ, അതുപോലെ ഗോസ്പൽ മ്യൂസിക് മിഷൻ പ്രോഗ്രാമുകൾ, ഈവൻസുകൾ സൗദി അറേബ്യയിൽ സംഘടിപ്പിക്കപ്പെട്ട ആ പ്രോഗ്രാമുകളോടുള്ള ബന്ധത്തിൽ, അതുപോലെ CFൻ്റെ VBSകൾ, ടീൻസ് പ്രോഗ്രാം, ഇവയിലൊക്കെ അങ്ങനെ വ്യത്യസ്തമായ പലവിധമായ ശുശ്രൂഷകളിൽ പ്രിയ കുടുംബത്തിൻ്റെ പങ്കാളിത്തം വളരെ ഉന്നതമായിരുന്നു. അത് വളരെ ശ്ലാഘനീയമാണ്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഡോക്ടറുകളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് വെർ എക്സംപ്ലറി. അതിലുപരി സെർവൻ ലൈക്ക് ആറ്റിറ്റ്യൂഡ്, അത് നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവത്തെ പ്രതിനിധീകരിക്കുന്നത് പോലെ ഉള്ള ഒരു സ്വഭാവമായിരുന്നു എനിക്കുണ്ടായത്. താൻ ഒരു സീനിയർ സിറ്റിസൺ എന്നുള്ള പ്രായത്തിലേക്ക് ആ ലെവലിൽ ആയിരിക്കുമ്പോഴും ഒരു ടീനേജറെ പോലെ, ഒരു യുവാവിനെ പോലെ വളരെ ജലസായിട്ട്, വളരെ ചുറുചുറുക്കോടെ ദൈവനാമ മഹത്വത്തിനും കർത്താവിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുന്നതിനും അത് ആ നിലയിൽ ഏത് സാഹചര്യത്തിലും എത്തിപ്പറ്റുവാൻ തക്കോണം ഇടയാകുന്ന നിലയിൽ തൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ഏത് മേഖലയിലായിരുന്നു താൻ പ്രവർത്തിച്ചത്, ഇൻവോൾവ് ആയത്, ആ മേഖലയിലെല്ലാം തനതായ ശൈലി ഉണ്ടായിരുന്നു. ആ ശൈലി അത് വളരെ ദൈവനാമ മഹത്വത്തിനായിട്ട് വളരെ ഹൃദയംഗമായിട്ട് നിർവഹിക്കുവാൻ തക്കോണം താൻ അക്ഷീണം പ്രയത്നിച്ചു എന്നുള്ളതോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഏത് കാറ്റഗറി ആൾക്കാരുടെ ഇടയിലായാലും, കുഞ്ഞുങ്ങളായാലും ടീൻസ് ആയാലും യൂത്ത്സ് ആയാലും അഡൾട്ട്സ് ആയാലും, അവരുടെയൊക്കെ മധ്യത്തിൽ അവരെല്ലാം ഒരുവനെ പോലെ താൻ പ്രവർത്തിച്ചു. അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് തൻ്റെ ശുശ്രൂഷകൾ നിർവഹിച്ചു എന്നുള്ളതാണ് ഒരു വലിയ പ്രത്യേകത. പ്രിയ കുടുംബവുമായിട്ട് ഏകദേശം ഒരു 1/4 നൂറ്റാണ്ടിൻ്റെ അസോസിയേഷൻ ഞങ്ങൾക്കുണ്ട്. അതിലൂടെ ലഭിച്ച എല്ലാ സാവകാശങ്ങൾക്കും, എല്ലാ ഓപ്പർച്യൂണിറ്റീസിനും, എല്ലാ അസോസിയേഷനുമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കാലയളവിൽ പ്രിയ കുടുംബം ദൈവനാമ മഹത്വത്തിനായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത അവരുടെ ത്യാഗപരമായ
കോൺട്രിബ്യൂഷനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അത് പല നിലകളിലും, എല്ലാ നിലകളിലും അവർ ശുശ്രൂഷകളെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വ്യക്തിപരമായി ഞങ്ങൾ കുടുംബമായിട്ട് പ്രിയ കുടുംബത്തിൻ്റെ കരുതലും അവരുടെ സഹായ സഹകരണങ്ങളും ആതിഥ്യ മര്യാദയും പല പ്രാവശ്യം റിയാദിലേക്ക് പോയ മിനിസ്ട്രി ട്രിപ്സിനോടുള്ള ബന്ധത്തിൽ പല പ്രാവശ്യം അനുഭവപ്പാൻ തക്കോണം ഇടയായി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. Yes, we will be missing Dr. Uncle, a gem of a person who was like a fatherly figure to us. ലിസി ആൻറ്റിയും ബിനുബ്രദറിനെയും ഓർത്ത് ആ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് വേണ്ട സ്വർഗീയ കൃപ തൽക്കാലത്തേക്ക് തൻ്റെ ഉള്ള സെപ്പറേഷൻ അത് വയ്ക്കുവാനുള്ള കൃപ ദൈവം നൽകി അവരെ സഹായിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ. നമുക്കും ഡോക്ടറുകൾ വച്ചിരിക്കുന്ന മാതൃകകളെ, ഉത്തമമായ മാതൃകകളെ പിൻപറ്റുവാൻ തക്കണം ശ്രമിക്കാം. ദൈവനാമമഹത്വത്തിനായിട്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, ദൈവമക്കൾ എന്നുള്ള ഉത്തരവാദിത്തങ്ങൾ ദൈവനാമമഹത്വത്തിനായിട്ട് വരും ദിവസങ്ങളിൽ നിർവഹിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. വീണ്ടും എത്രയും പെട്ടെന്ന് നമ്മുടെ കർത്താവിൻ്റെ വരവിങ്കൽ പ്രിയ ഡോക്ടറുകളെയും കാണാം എന്നുള്ള പ്രത്യാശയോടെ ദൈവനാമം മഹത്വപ്പെടട്ടെ.